നമ്മളിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്ന നേരം ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് നമ്മളെ ചങ്ങായിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന്. നിങ്ങൾ ഷെയർ ചെയ്യലുണ്ടോ നമ്മളെ വീഡിയോ ഒക്കെ? ചെയ്യലില്ലേ? ചെയ്തട്ടോ, ഇതും ചെയ്തേക്ക്. ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്ന നേരം കൂടുതൽ ഏത് പ്ലാറ്റ്ഫോം കൂടിയാണ് ഷെയർ ചെയ്യാം? വാട്സപ്പ് കൂടെ. കാരണം കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് വാട്സപ്പ്. വാട്സപ്പിൽ ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്ത് കൊടുത്ത വീഡിയോ അത് സുഹൃത്ത് എങ്ങനെയാണ് കാണുക? നമ്മളൊരു വീഡിയോ ലിങ്ക് ഒന്ന് കണ്ടു നോക്കുക. ഇപ്പം നമ്മളെ സുഹൃത്ത് നമുക്ക് ഒരു യൂട്യൂബ് വീഡിയോ വാട്സപ്പ് ഷെയർ ചെയ്ത് തന്നാൽ നമ്മളത് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുന്ന നേരം വാട്സപ്പിൽ നിന്ന് തന്നെ അത് പ്ലേ ആവും. ഇങ്ങനെ ഒരു പോപ്പപ്പ് ആയിട്ട് അയവാ മക്കളെ ചാനലിലെ വീഡിയോ ആട്ടോ ഇത്. പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കും മക്കളെ ചാനലിൽ MRK ആർട്ട് വേൾഡ് എന്നാണ് പേര്. വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിരിക്കേണ്ട മക്കൾക്ക് ഒരു സപ്പോർട്ട് എടുത്തേ കേട്ടോ. നമുക്കിത് പറയാം. അപ്പോൾ ഇങ്ങനെ കാണുന്നതിനുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഇത് അപ്ലോഡ് ചെയ്ത ക്രിയേറ്റർക്ക് അതിൻ്റെ വ്യൂസ് ഒന്നും കിട്ടില്ല. അത് മാത്രമല്ല യൂട്യൂബിൽ ഈ വീഡിയോ അതിന് നിങ്ങൾക്കൊരു ലൈക്ക് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത ആളോട് ചോദിക്കണമെങ്കിൽ ഒരു കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇത് നമുക്ക് ഒഴിവാക്കാം. ഇത് ഉപകാരപ്പെടുക യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്ക്, തുടക്കക്കാർക്കൊക്കെ പ്രത്യേകിച്ച്. കാരണം എന്താ വെച്ചാൽ അവർ വാട്സപ്പ് കൂടെ എല്ലാം ഷെയർ ചെയ്ത് വ്യൂസാക്കി എടുക്കാൻ നോക്കും. അപ്പോൾ ആ വ്യൂസൊന്നും കാണുകയില്ല. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അത് YT സ്റ്റുഡിയോ നിങ്ങൾ എന്തായാലും ഉപയോഗിക്കുന്നുണ്ടാവില്ല. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ആ വീഡിയോ എടുക്കുക. ഏത് വീഡിയോ ആയാലും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് എഡിറ്റ് എടുക്കുക. എഡിറ്റ് എടുത്താൽ അതിൽ അഡ്വാൻസ് സെറ്റിങ്സിൽ താഴെ അലോ എംബഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാവും. ഇവിടെ നീല കത്തിക്കിടക്കുന്നുണ്ടാവും. അതൊന്നങ്ങ് ഓഫാക്കി വെക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഇത്രയും ചെയ്താൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന വീഡിയോകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന വീഡിയോകളൊന്നും പോപ്പപ്പ് ആയിട്ട് കാണുകയില്ല. ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുന്നേരം യൂട്യൂബിലേക്ക് പോകും. നോക്കിക്കോ, ഡയറക്റ്റ് അങ്ങ് യൂട്യൂബിൽ പോയിക്കോളും. സംഭവം തിരിഞ്ഞിക്കോ. അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ, വാട്സപ്പ് എന്നില്ല ഏത് പ്ലാറ്റ്ഫോമിലായാലും അത് അവിടെ നിന്ന് കാണാനാകുകയില്ല. ക്ലിക്ക് ചെയ്യുന്നേരം ഡയറക്റ്റ് യൂട്യൂബ് പോയിട്ട് തന്നെ കാണാം. ഇനിയിപ്പോൾ നിങ്ങൾ YT സ്റ്റുഡിയോ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ, ക്രോമിൽ ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ എങ്ങനെ ചെയ്യേണ്ടിയേ കാണിച്ചു തരാം. ക്രിയേറ്റർ സ്റ്റുഡിയോ എടുത്താൽ അതിൽ നിങ്ങൾ വീഡിയോൻ്റെ എഡിറ്റ് എടുക്കുക. എങ്ങനെയാ? ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ എഡിറ്റിൻ്റെ ചിഹ്നം കാണാം. എഡിറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് ഏറ്റവും താഴേക്ക് പോവുക. ഏറ്റവും താഴേക്ക് പോയാൽ ഇവിടെ ഷോ മോർ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വീണ്ടും താഴേക്ക് പോവുക. ഇവിടെ നിങ്ങൾക്ക് അലോ എംബഡിങ് എന്നുള്ള ഈ ഓപ്ഷൻ കാണാം. അവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ടാകും ഒരു കള്ളിയിൽ. അത് ജസ്റ്റ് ഒന്ന് അങ്ങ് ഓഫായി കളയുക. എന്നിട്ട് ഇവിടെ സേവ് കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. സംഭവം തിരിഞ്ഞിക്കോ? തിരിഞ്ഞൊലിക്ക് തിരിയും, അല്ലാത്തൊരു നട്ടം തിരിയും. അല്ലാണ്ട് എന്തും അറിയാനാ. അപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പുതിയതായാലും പഴയതായാലും ക്രിയേറ്റർമാർക്ക് വളരെ ഉപകാരമുള്ള ഒരു സംഭവമാണിത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുത്തേക്ക്. പാവം ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണും. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.